ഹലോ ഫ്രണ്ട്സ്, വിളിച്ച് സിജു സജീവ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാളിമലയാണ്. കാളിമലയിലെ വീഡിയോകളും ആ കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളിന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിലേക്ക് പോവാം. നെടുമങ്ങാട് നിന്നും ഏകദേശം ഒരു 35-40 കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്ന കാളിമല എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന തിരക്കിലാണ്. അവിടെ പോയതിന് ശേഷം അമ്പൂരി കൂടെ പോകാനുള്ള പ്ലാനുണ്ട്. രണ്ടും കൂടെ ഒറ്റ ദിവസം നമുക്ക് പോയി അടിച്ചു പൊളിച്ചിട്ട് വരാനായിട്ട് സാധിക്കും. നല്ല മനോഹരമായ കാഴ്ചകൾ കാണുവാനായി സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മളങ്ങനെ കാളിമലയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡാണ്. ബുള്ളറ്റൊക്കെ ആണെങ്കിൽ കയറി പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എക്സാക്ട്ലി നേരെ കയറി പോവോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങോട്ട് പോകുമ്പം വണ്ടി പോയിട്ടുള്ള പാടൊക്കെ കാണാനായിട്ടുണ്ട്. മേളിൽ ചെന്ന് നോക്കുമ്പോൾ അറിയാം പോകാൻ പറ്റുമോ ഇല്ല എന്നൊക്കെ ഉള്ള. ഐ തിങ്ക് ദാറ്റ് ഈസ് കൂനിച്ചിമല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ താഴെ നിന്ന് കയറി വരുമ്പോഴും വിചാരിക്കും നമ്മൾ പെട്ടെന്ന് തന്നെ എത്തുമെന്ന്. പക്ഷെ അല്ല, അങ്ങ് എത്തുവാനായിട്ട് ഒരുപാട് നടക്കേണ്ടതായിട്ടുണ്ട്. തളർന്ന് ഊപ്പാട് വരും. നമ്മളങ്ങനെ പോകുന്ന വഴിയിൽ ഒരു വലിയൊരു പാറക്കല്ല് കണ്ടു. അതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതൊക്കെ കണ്ടു. നമ്മൾ അതുവഴി അങ്ങ് നടന്ന് പോവാണ്. പോകുന്ന വഴിയിലൊക്കെ നമുക്ക് അങ്ങ് ദൂരെ അമ്പൂരിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു. നമ്മളതെല്ലാം കണ്ട് നമ്മൾ മേലോട്ട് നടന്ന് പോവാണ്. തളർന്നിട്ടാണെങ്കിൽ നമ്മൾ മേലോട്ട് പോവാം. അയ്യോ, അങ്ങനെ തേരി നടന്ന് കയറി ഓൾമോസ്റ്റ് ഒരു 1 കിലോമീറ്ററോളം നടന്ന് കയറിയിട്ടുണ്ട്. ഇനിയും ഉണ്ട് മേലോട്ട് പോകാനായിട്ട്. ഇപ്പോഴേ തളർന്നു കേട്ടോ, കുറച്ചധികം നടക്കാനുണ്ട്. നടന്നൊരു പരുവായി ഗായ്സ്. നടന്ന് തളർന്ന് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഓ, കോൻപരേക്ക കരൂർപ്പതി നടക്കണം, ഒരുപാട് നടക്കണം. നടന്ന് തളരണം, എന്നാലേ കാളിമലയെ എത്താനായിട്ട് സാധിക്കും. ഓൾമോസ്റ്റ് എത്തി, കുറച്ചുകൂടെ എത്താനുണ്ട്. അവിടെ മേളിലെത്തുമ്പോഴേക്കും നമ്മുടെ ജീവനും മേളിലെത്തുന്നതായിരിക്കും. അങ്ങനെ മേലോട്ട് പോകുമ്പോൾ അടുത്തൊരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ കണ്ട് ആ വ്യൂ കാണുവാനായിട്ട് നമ്മൾ പോവുക. നോക്കി പോകണം, ഇല്ലെങ്കിൽ നമ്മൾ താഴെ വിളയിൽ കിടക്കും. അപ്പോൾ നോക്കി പോകുമ്പോഴത്തേനും കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. അങ്ങ് കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന ഭൂമിയെ നമുക്ക് ഇങ്ങനെ വിശാലമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അങ്ങ് നോക്കുമ്പോൾ ആ ഒരു കർവ്, ഭൂമിയുടെ ആ ഒരു കർവ് നമുക്ക് ഇങ്ങനെ കാണാം. അതിമനോഹരമായൊരു കാഴ്ച. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേ കൂട്ടുകാരും കൂടെ കിട്ടി, കഴക്കൂട്ടത്തുള്ള നമ്മുടെ സ്വന്തം ബ്രദേഴ്സ്. അങ്ങനെ ആ കാഴ്ചയെ കണ്ട് അടുത്ത ലക്ഷ്യസ്ഥാനം നോക്കി നമ്മൾ പോവുക. കാളിമലയുടെ ഏറ്റവും ടോപ്പിലെത്തണം. നടന്ന് തളർന്ന് ഇരുന്ന് തളർന്ന് പിന്നെയും നടന്ന് തളരാനായിട്ട് പിന്നെയും നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, അച്ചീവ്ഡ് ആവാൻ പോവാണ്. അപ്പോഴാണ് ആ നഗ്ന സത്യം നമ്മൾ അറിയുന്നത്. ദൂരെ നിന്നും മഴ പെയ്യാണ്. നമ്മൾ മേലെ എത്തുമ്പോഴേക്കും നമ്മൾ നനഞ്ഞൊരു പരുവായിരിക്കും. ഇവിടെ ഒരു കടയുണ്ട്, അവിടെ നിന്ന് നമ്മൾ മാങ്ങാച്ചറൊക്കെ കഴിച്ചായിരുന്നു. കൊള്ളാം. നമ്മളങ്ങനെ കാളിമലയിൽ എത്തിയിരിക്കുകയാണ് കഴിച്ചത്. അയ്യോ, അവിടെ നിന്ന് കുറേ നടക്കാനുണ്ട്. താഴെ വണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ അടുപ്പിച്ച് നമുക്ക് നടക്കാനുണ്ട്. ഇതാണ് കാളിമല ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ ഒരുപാട് പേരെ പരിചയപ്പെട്ടു, കുറേ ആൾക്കാരെ അവിടെ സംസാരിച്ചു. നല്ലൊരു അനുഭവമാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേനും അങ്ങ് ദൂരെയുള്ള മലമ്പ്രദേശങ്ങൾ മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. കോടമഞ്ഞൊക്കെ ഇറങ്ങി അത്യാവശ്യം നല്ലൊരു ഭംഗി നിറഞ്ഞൊരു കാഴ്ചയായിരുന്നു അത്. അവിടെ നിന്ന് നമ്മൾ കുറേ നേരം അങ്ങ് ദൂരെയൊക്കെ നോക്കി നിന്നു. അപ്പോൾ നമ്മളങ്ങനെ കാളിമലയുടെ ഏറ്റവും ടോപ്പിലാണ് വന്ന് നിൽക്കുന്നത്. ഏറ്റവും ടോപ്പിലെന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിലാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാറ്റിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാനായിട്ട് സാധിക്കും. വേറൊരു വൈബ് സ്ഥലം, വന്ന് എൻജോയ് പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങറ്റത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും, മലനിരകളൊക്കെ കാണാൻ പറ്റും. അടിപൊളിയാണ്. ഞാൻ ഇതുവരെ പോയ സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു കാളിമല. കാണുവാൻ നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് യാതൊരു തർക്കങ്ങളൊന്നുമില്ല. എന്നാലും മറ്റ് സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേകത ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് കണ്ട ശേഷം തൊട്ടപ്പുറത്ത് അടുത്ത വ്യൂ കാണുവാനായിട്ട് നമ്മൾ അങ്ങോട്ട് ചലിച്ചു. നമ്മളങ്ങനെ കാളിമലയിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഒരുപാട് പേരെ പരിചയപ്പെട്ടു. അങ്ങനെ ഇവിടെ ഒരു ഭംഗി നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഒരുപാട് എന്താ പറയുക, പൈൽ ചെടികളെ പോലത്തുള്ള ചെടികളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ കാഴ്ചകൾ കണ്ട് നിൽക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാറ്റിൻ്റെ അതിശക്തമായിട്ടുള്ള സൗണ്ട് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും. കൂട്ടുകാരൊക്കെ പാട്ടൊക്കെ ഇട്ട് വളരെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫ്രണ്ടിൽ നമുക്കൊരു കാവ് പോലത്തെ ഒരു അമ്പലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ബേസിക്കലി ഇവിടെ ഇതൊരു അമ്പലമാണ്.
നമ്മൾ കയറി വരുന്ന വഴിയിലും ഇവിടെ ഒരു അമ്പലമുണ്ട്, അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഏകദേശം നമുക്ക് 4 ചുറ്റുപാടും ഉള്ള കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. കാഴ്ചകൾ അതിമനോഹരമാണ്, നിങ്ങൾക്കും വന്ന് കാണാനായിട്ട് സാധിക്കും. അമ്പൂരിക്ക് അടുത്താണ്, അമ്പൂരിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. അപ്പം വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആ ബാക്കിൽ കാണുന്നതാണ് കുരിശുമല. ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് 2-in-1 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാളിമല വന്നു കഴിഞ്ഞാൽ നമുക്ക് കുരിശുമലയും കൂടെ പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കുരിശുമലയും കൂടെ പോവാം. അങ്ങനെ നമ്മൾ കുരിശുമലയിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ നമുക്ക് ഇവിടെ ഒരു അമ്പലം കാണാനായിട്ട് സാധിക്കും, ഒരു കൽവിളക്കൊക്കെ ഉള്ള ഒരു പഴയ ഒരു അമ്പലം. അങ്ങനെ ആ അമ്പലമൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ യാത്ര തുടരുകയാണ്. ആ പോകുന്ന വഴിയിൽ ചെറിയൊരു കുടിലുള്ള സംഭവം ഉണ്ടായിരുന്നു. മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ആണെങ്കിൽ കയറി നിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളങ്ങ് പോവാം. നമ്മളിങ്ങനെ കുരിശുമല പോകാനായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അങ്ങെത്തി. നമ്മൾ വീഡിയോ എടുത്ത് താമസിച്ച് പോവാ. അങ്ങനെ നമ്മൾ കുരിശുമലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കാളിമലയിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പുറത്ത് നിൽക്കുമ്പോൾ അപ്പുറത്തെ വശം കാണാം, ഇവിടെ നിന്നാൽ ഇപ്പുറത്തെ വശം കാണാം. അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത. 2 വശത്തും 2 വ്യൂ ആണ്, 2 കാഴ്ചകളാണ്, 2 മനോഹരമായ കാഴ്ചകളാണ്. നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാം. എന്താ പറയുക, പ്രകൃതിയൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, നമുക്ക് 360 ഡിഗ്രിയിൽ നമുക്ക് ഫുള്ള് കാണാം. ഒരു എർത്തിൻ്റെ ഏകദേശം ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും എന്നും തോന്നലിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. അത്രയും ഒരു മനോഹരമായ കാഴ്ചയാണ്. അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ. അവിടെ നിന്ന് പോകാനേ തോന്നത്തില്ല, അത്രയും മനോഹരമായ കാഴ്ചകളായിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് അമ്പൂരിയിലോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെ ഒരു പാടാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ കാളിമലയിലുള്ള വീഡിയോ നമ്മളിവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിക്കാനായിട്ട് പോവാണ്. അപ്പോൾ എൻ്റെ കൂടെ കഴക്കൂട്ടം പ്രദേശമുണ്ട്. എല്ലാവരും ഒരു ഹായ് പറയൂ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നൊരു ഇറ്റ്സ് മീ സിജു സജിമാർ ആൻഡ് കഴക്കൂട്ടം ബോയ്സ് സൈനിങ് ഓഫ്.